ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹഫ്സൽ മാജിദ്, ഫൗണ്ടർ ഓഫ് മാജിദ് വീക്കൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഇങ്ങനെ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം എല്ലാവർക്കും അറിയാം. ദാറ്റ് മീൻസ് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം. നമ്മളൊരു യുണീക്നെസ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് കറക്റ്റ് ഒരു ഡീറ്റെയിൽ, ദാറ്റ് മീൻസ് ഒരു ബ്രീഫ് ഐഡിയ തരാനോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഒന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള സൗണ്ട് പോകുന്നു. ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഏത് ജില്ലയിൽ നിന്നാണ് ഓരോരുത്തർ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? കണ്ണൂർ. കണ്ണൂർ. ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്താലും മതി. പാലക്കാട്, കാലിക്കറ്റ്, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, കാലിക്കറ്റ്, പാലക്കാട്, മലപ്പുറം. ഓക്കെ, താങ്ക് യു. റിപ്ലൈ ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക് യു. പിന്നെ അടുത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാനുള്ളത്, ഇവിടെ ഓരോരുത്തരും ഏത് പ്രൊഫഷനിൽ ഉള്ള ആൾക്കാരാണെന്നോട് ഒന്ന് പറയും. മീൻസ് ഇപ്പം സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ വർക്കിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാരാണോ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ ഒരു മദറാണോ, ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറയാൻ പറ്റും. ടീച്ചർ, സ്റ്റുഡൻറ്, മദർ, സപ്പോർട്ട് വർക്കർ, ട്രേഡർ. മദർ, അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ലൈഫിൽ ഡിഫറെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. പലരും അവരുടേതായിട്ടുള്ള മേഖലയിൽ തിളങ്ങിക്കൊണ്ടുള്ള ആൾക്കാരാണ്. ഇനി എനിക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ദാറ്റ് മീൻസ് ഇപ്പം പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരത് സന്തോഷത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോബാണോ, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ആ ജോബിൽ നിന്ന് പോകുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണോ, ഇഷ്ടത്തോടെ ചെയ്യുന്ന ആൾക്കാരാണോ? രണ്ടുമുണ്ട്. 70% രണ്ടുമുണ്ട്. അപ്പൊ ഇതില് പലരും മീൻസ് ചിലർ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ഇഷ്ടത്തോടു കൂടി, ബാക്കിയുള്ളത് സാഹചര്യം കൊണ്ട് ഇപ്പൊ ഉള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഉള്ള ജോബിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു മാജിദ് മേക്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഇതിലിപ്പം ഒരുപാട് ആൾക്കാർ സ്റ്റുഡൻസ് ആണ്, ഏത് പ്രൊഫഷൻ, ഭാവിയിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ദാറ്റ് മീൻസ് ഇപ്പം ഡിഗ്രി, PG ആ രീതിയിൽ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഏത് ബിസിനസ്, അത് എങ്ങനെ ഒരു മോണിറ്ററി അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ഡൗട്ടുകളുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തുള്ള ആളുകൾക്ക് ഓരോരുത്തരുടെയും ജന്മന എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കുറെ കഴിവുകൾ കിട്ടിയിട്ടുണ്ടാവില്ലേ. ആ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ബിക്കമിങ് ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, അതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം.
അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് 4 ടൈപ്സ് ഓഫ് എല്ലാ മനുഷ്യന്മാർക്കും ഈ ഭൂമിയിലുള്ള 800 കോടിയോളം ജനങ്ങൾക്കും 4 ടൈപ്സ് ഓഫ് എബിലിറ്റീസ് ആണ് ഉണ്ടാവുക. എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻകോമ്പിറ്റന്റ്, ദാറ്റ് മീൻസ് അവർക്ക് കാര്യമായ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാത്തൊരു ഫീൽഡ്. ഒന്ന് കോമ്പിറ്റന്റ്, അടുത്തത് കോമ്പിറ്റന്റ്. കോമ്പിറ്റന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ള ആളുകളെ മറ്റുള്ള ആളുകളുമായിട്ടൊന്ന് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോബ്. പിന്നുള്ളത് എക്സലന്റ് ആണ്. അവർക്കത് എക്സലന്റ് ആയിട്ട്, ചില ആളുകൾക്ക് ചില ജോബുകൾ നല്ല എക്സലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് യുണീക്ക് എബിലിറ്റി. ദാറ്റ് മീൻസ് ആ ആള് ചെയ്യുന്ന രീതിയിൽ ആ ജോബ് വേറൊരാൾക്കും ചെയ്തു തീർക്കാൻ പറ്റും. ജോബ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ ആ യുണീക്ക് എബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ ഓരോരുത്തരുടെയും ആ ഒരു യുണീക്ക് സെറ്റ് ഓഫ് എബിലിറ്റീസ് കണ്ടെത്തുന്നത് എങ്ങനെ എന്നുള്ളതിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ യുണീക്ക്നെസ് ഫെസ്റ്റിന്റെ ഉദ്ദേശവും. അതേപോലെ നമ്മൾ റിവീലിംഗ് യുണീക്നെസ് ഉള്ള ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമ്മളിപ്പോ സംസാരിച്ച പോലെ തന്നെ ഓരോരുത്തരുടെയും യുണീക്ക് സെറ്റ് ഓഫ് എബിലിറ്റീസ് കണ്ടെത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മൈൻഡിനൊന്ന് ക്ലിയർ ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളില് നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് വിശ്വാസങ്ങളും അതേപോലെ പലരും പഠിപ്പിച്ച് നമ്മളെ വിട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ജീവിച്ച് വളർന്ന് നമ്മുടെ പാരൻസ്, അതേപോലെ നമ്മൾ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, പലരും പല വിശ്വാസങ്ങളും നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്ത് പറ്റൂല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാംഡ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ദാറ്റ് മീൻസ് നമ്മുടെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസസ് ഉണ്ട്. ഇന്റലിജൻസ് മീൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയും. ഹവാർഡ് ഗാർഡ്നേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അത് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിട്ട് 9 തരത്തിൽ എല്ലാ ഇന്റലിജൻസും ഓരോരോ ഡോമിനൻസ് ഡിഫറൻസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ചില ഇന്റലിജൻസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ചില ഇന്റലിജൻസ് കുറവായിരിക്കും. അപ്പൊ അത് നമ്മളിപ്പം ജസ്റ്റ് പേരുകൾ പറയുകയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക്, ദാറ്റ് മീൻസ് ഭാഷകൾ കൈകാര്യം ചെയ്യാനും, ഇപ്പം ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ, അങ്ങനെ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് നല്ല ലാംഗ്വേജുകൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. പിന്നുള്ളത് പറയുമ്പോൾ നമ്മളെ ലോജിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന ഇന്റലിജൻസ് ആണ്. അതിൽ പറഞ്ഞു വരുന്നത് ഓരോരുത്തർക്കും ഇപ്പം ഒരു മാത്സ് സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ലോജിക്കലി കാര്യങ്ങൾ തീരുമാനിക്കാനും അതേപോലെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു എബിലിറ്റി, ഒരു എഞ്ചിനീയർ, ഡോക്ടർ എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകൾക്കുള്ള ഒരു എബിലിറ്റിയാണ്. അതേപോലെ പിന്നുള്ളത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളെ പറ്റി, ഇപ്പം നമ്മളിപ്പം ഒരാളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഡീൽ ചെയ്യുകയാണെങ്കിൽ അവരെ ലീഡ് ചെയ്യാനും അതേപോലെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇങ്ങനെ 9 തരത്തിൽ ഉള്ള ഇന്റലിജൻസസ് ഉണ്ട് എല്ലാവരുടെയും ഉള്ളിൽ. പക്ഷെ അതിന്റെ പെർസെൻറ്റേജിൽ ഡിഫറൻസുകൾ വരും. ചില ആളുകൾക്ക് ഇപ്പോൾ കാണുമ്പോൾ വിഷ്വൽ ഇന്റലിജൻസ് അങ്ങനത്തെ, ദാറ്റ് മീൻസ് കൂടുതൽ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ആർട്ടിസ്റ്റുകൾ, പെയിന്റേഴ്സ്, ഇപ്പം സിവിൽ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കാഴ്ച ശക്തി കൊണ്ടുള്ള ഇന്റലിജൻസ് കൂടുതലുണ്ട്. ഓരോ സ്പേസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇന്റലിജൻസ്. പിന്നെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്. സ്വയത്തെ പറ്റി നല്ല അറിവും അതേപോലെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള നല്ല തോട്ടും ഓരോ കാര്യങ്ങളും ഡീപ്പർ ആയിട്ട് പഠിച്ചെടുക്കാനൊക്കെ ഉള്ള, സ്വയം തന്നെ പഠിച്ചെടുക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും ചില ആളുകൾ. അപ്പം ഇതേപോലെ വ്യത്യസ്തമായിട്ട് 9 തരത്തിലുള്ള ഇന്റലിജൻസസ് ഉണ്ടാവും ഓരോരുത്തർക്കും. അപ്പൊ നമ്മൾ ആ മൈൻഡ് റീപ്രോഗ്രാമിങ് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു ഇന്റലിജൻസ് അസസ്മെന്റുള്ള പോകുന്ന സമയത്ത് നമ്മൾക്ക് കറക്റ്റ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ഇന്റലിജൻസസ് എത്ര പെർസെൻറ്റേജ് ആണ്, ആ പെർസെൻറ്റേജിനനുസരിച്ച് നമ്മൾക്ക് ഏത് കരിയറാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാവും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സണാലിറ്റി MBTI പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന ടെസ്റ്റ്. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഇതുവരെ പ്രോഗ്രാംഡ് ആയിട്ട് വന്ന സമയത്തുള്ള നമ്മൾക്ക് ഉള്ള 16 തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിൽ
ആ പേഴ്സണാലിറ്റി പ്രകാരം നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പം നമ്മുടെ കരിയർ ഓപ്ഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ സ്ക്രീൻ ഷെയർ സോറി കേട്ടോ. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ഇന്റലിജൻസസ് ഡെവലപ്പർ, അതേപോലെ പേഴ്സണാലിറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റികളുണ്ട്. ആ പേഴ്സണാലിറ്റി പരമായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ ഉണ്ടാവും. അതേപോലെ നമ്മൾക്ക് ഓപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്തതിനു ശേഷം നമ്മുടെ ഇന്റലിജൻസസും അതേപോലെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് യുണീക്ക് ആയിട്ട് നമുക്ക് ഏത് മേഖലയിൽ വർക്ക് ചെയ്താലാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം ഇതേപോലെ ഓരോരുത്തർക്കും എന്തെങ്കിലും ഇതേപോലെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു യൂണിക്നെസ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് നെക്സ്റ്റ് ജൂലൈ 7 നെക്സ്റ്റ് സൺഡേ ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ഹുസ്ന നസ്രീൻ. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആളൊരു ഓണ്ടർപ്രണീറിയൽ മൈൻഡ് സെറ്റ് കോച്ചാണ്, അതേപോലെ ഒരു സക്സസ് ആൻഡ് വെൽത്ത് കോച്ചാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് 2 കുട്ടികളുടെ ഒരു ഉമ്മയാണ്. അതേപോലെ ജോഷ് ടോക്സിൽ ഒരു സ്പീക്കറാണ്. അങ്ങനെ പിന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, സ്കൈ ബിയോണ്ട് ദ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അതേപോലെ കൊളാബറേഷനിൽ ഹെർ സ്റ്റോറീസ് എന്ന പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വാം വെൽക്കം ചെയ്യാണ് മിസ് ഹുസ്ന നസ്രീൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹഫ്സൽ, താങ്ക് യു സോ മച്ച്. ആരും കാണുന്നില്ലല്ലോ, ഫ്രീ സെഷൻ ആയതുകൊണ്ടാണോ? പറ്റാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ മോഡിലേക്ക് വാ. കാരണം നമ്മൾ ഇതൊരു സെഷൻ എന്നുള്ള മോഡിലൊന്നല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഒരു അവെയ്ക്കണിങ് അത്രമാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം വീഡിയോ മോഡിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഞാൻ നിങ്ങളോട് പറയാ, എനിക്ക് വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയൊരു തോട്ട് നിങ്ങളിലേക്ക് ഇട്ടുതരാന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഇവിടെ 112 ആൾക്കാരുണ്ട്. 112 മനുഷ്യര്. ഓരോ മനുഷ്യന്ന് പറയുന്നതും ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ യൂഷ്വൽ മോട്ടിവേഷനിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്കൊക്കെ ഓരോരുടെ യുണീക്നെസ് ഉണ്ട്, നമുക്കൊക്കെ നമ്മളതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മളെപ്പോലെ ആർക്കും ആകാൻ വേണ്ടി പറ്റൂല, നമ്മളുടെ കണ്ണ് പോലെ നമ്മളുടെ കണ്ണ് മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഫിംഗർ പ്രിന്റ് പോലെ നമ്മളുടെ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ, ഒന്നിനും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഈ വേർഡ് പറയുമ്പോൾ ഓ ഇത് നമ്മൾ കുറെ കേട്ടതാണല്ലോ എന്ന് നമുക്ക് തോന്നും. കേട്ടത് തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും അറിവ് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊന്ന് AI ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീണ്ട നിഘണ്ടു അല്ലെങ്കിൽ നീണ്ട ഒരു ഉപന്യാസം തന്നെ നമ്മുടെ AI ടൂളുകൾ നമുക്ക് തരും. നമുക്ക് ഇല്ലാത്ത ഒരു അറിവോ കാര്യങ്ങളൊന്നും ഇന്നത്തെ ഈ ഒരു ഇന്റർനെറ്റ് യുഗത്തിലില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ യുണീക്നെസ് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് റൈറ്റ് നമുക്ക് മെന്റർ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഗൈഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരൊറ്റ തോട്ട് ഇട്ടരാന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കണ്ണ് പോലെ നിങ്ങളുടെ കണ്ണ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ വിരല് പോലെ നിങ്ങളുടെ വിരല് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മരിച്ചാല് എത്ര ജന്മങ്ങൾ ആരൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളാകാൻ വേണ്ടിയിട്ട് പറ്റൂല. നിങ്ങളുടെ കർമ്മത്തിന് നിങ്ങൾ മാത്രമാണ് നാളെ ഉത്തരം പറയേണ്ടി വരിക. അതിനർത്ഥം നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എത്ര തന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, എന്നെ പോലെ വേറെ ആർക്കും പറ്റൂല. നമ്മൾ ഓരോരുത്തരെ പോലെ നമ്മളൊക്കെ ആർക്കും ആരും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ യൂഷ്വലി നമ്മൾ കേൾക്കുന്നതാണ് നിന്നെ പോലെ നീയേ ഉള്ളൂ, എന്നെ പോലെ ഞാനേ ഉള്ളൂ എന്നൊക്കെ. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു വിസിറ്റ് ഉണ്ട്. എന്നെ പോലെ ആരുമില്ല എന്നുള്ളത് പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാൻ ആർക്കും ചെയ്യാൻ പറ്റൂല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റൂല. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. ഇപ്പോഴും ഇൻസ്റ്റയിൽ വരുന്ന ഒരു മെസ്സേജാണ് ഹുസ്നാനെ പോലാവാൻ എന്താ വേണ്ടെന്നുള്ളത്. ഹുസ്നാനെ പോലാവാൻ ഹുസ്നാക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കാണുന്ന ഷാമിലിനെ പോലാകാൻ ഷാമിലിക്ക് മാത്രമേ പറ്റുള്ളൂ. ഐഷാനെ പോലാവാൻ ഐഷാക്ക് മാത്രമേ പറ്റുള്ളൂ.
കേട്ടതാണല്ലോ ഹുസ്ന ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. കേട്ടത് തന്നെ എന്ന് പറയാനുള്ളത്. ഒന്നും കേൾക്കാത്ത കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാം നമുക്ക് അറിയുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് കണക്ട് ചെയ്യാനും ഇത് അപ്ലൈ ചെയ്യാനും അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെയാണ് നമുക്ക് പലപ്പോഴും പണിയാകുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രീ സെഷനിൽ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വേർഡാണ് സക്സസ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ഒരു വേർഡാണ് അല്ലെ സക്സസ് എന്നുള്ളത്. പക്ഷെ വാട്ട് ഈസ് സക്സസ് ഫോർ യു? നിങ്ങൾക്ക് വിജയം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്താ ജീവിതത്തിൽ വേണ്ടത്? നമ്മൾ ജീവിതം എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതെന്താ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഉണ്ടാവും. വാട്ട് ഈസ് ലവ് ഫോർ യു? വാട്ട് ഈസ് ഫാമിലി ഫോർ യു? വാട്ട് ഈസ് പീസ് ഫോർ യു? വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ഫോർ യു? വാട്ട് ഈസ് ഡ്രീം ഫോർ യു? വാട്ട് ഈസ് പർപ്പസ് ഫോർ യു? വാട്ട് ഈസ് യു ഫോർ യു? എന്താ നിങ്ങൾ എന്ന് പറഞ്ഞാല്? ഹുസ്ന എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് അറിയുമ്പം അത് മാത്രാണോ ഞാനിപ്പോ ചോദിക്കാണ്, മുബഷിർ ആരാ? മുബഷിർ ഉപ്പാന്റെ പേര് ഓർക്കും. ഇന്നാളെ മോനാണ്. സ്ഥലം കാലിക്കറ്റിലാണ്. ഇന്നതാണ് ഞാൻ ചെയ്യുന്നത്. അതാണോ ശരിക്കും മുബഷിർ എന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ല. ശരിക്കും ഞാനെന്താ? ശരിക്കും എനിക്ക് എന്താ ചെയ്യാനുള്ളത്? എന്തിനാ പഠിച്ചോൻ എന്നെ പഠിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ അയച്ചത്? ഇവർക്ക് കുറെ പണിയൊന്നും ഇല്ലായിട്ടാണോ? അല്ല വെറുതെ അയക്കുന്നതിന്റെ കൂടെ അങ്ങ് അറിയാണ്ട് വീണുപോയ ആരെങ്കിലും ആണോ? അല്ല. ഒരു ഉറുമ്പ് പോലും വെറുതെ അനങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ അല്ല. പിന്നെ എന്തുകൊണ്ട് നമുക്കത് തോന്നുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. അതുകൊണ്ട് മാത്രാണ്. ഒരു ചെറിയൊരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഹുസ്ന പറയുന്നതൊക്കെ ശരി, പക്ഷെ എനിക്ക് അതിന് മാത്രം കഴിവൊന്നുമില്ലല്ലോ എന്ന്. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ 200ഓളം കഴിവുകളോട് കൂടിയിട്ടാണ് ഒരു മനുഷ്യൻ ജനിച്ച് വീഴുന്നത്. ഓക്കെ, അതിന്റെ കൂടെ നമുക്ക് കുറെ കഴിവുകൾ നമുക്ക് പുറത്തെ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് മുളക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും. നമ്മൾ കാണാത്ത കുറച്ച് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം അത് ചിലപ്പോൾ മുളക്കാതിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ശരിക്കും ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ശരിക്കും എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഈ ഭൂമിയിലുണ്ടോ? ഞാനിവിടെ ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അയക്കുന്ന സമയത്ത് നമ്മളെ ABCD പഠിപ്പിക്കാൻ അയക്കുമ്പോൾ നമ്മുടെ പാരന്റ്സിന് ഒരു ഇന്റൻഷൻ ഉണ്ട്. എൻ്റെ മോള് പഠിച്ചിട്ട് ഡോക്ടർ ആകണം എന്നുള്ളത്. ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ ആരോ ആവണം എന്നുള്ളത്. ആ ഒരു ഇന്റൻഷൻ കൊണ്ടാണ് A എന്നുള്ള അക്ഷരം ആദ്യം ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നത്. അതേപോലെ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്ന ഓരോ അനുഭവത്തിലും ഓരോ പാഠത്തിലും നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി പോകുന്ന ഒരു പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തണം. നമ്മളുടേത് മാത്രമായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റണം. അതിന് എന്ത് ചെയ്യണം? അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യ പോയിന്റ് എന്താണെന്നുള്ളത് കണ്ടെത്തണം. ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, എന്തായാലും അത് തന്നെ പറയാം. നമ്മൾ ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പം പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ വേണം. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ. എങ്ങോട്ടേക്ക് ഞാൻ എത്തണം? കാശ്മീരിലേക്ക് പോകണമെങ്കിൽ കാശ്മീരിലാണ് എത്തേണ്ടത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് വേണം. അല്ലാതെ ഞാൻ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ സൂര്യനും ചന്ദ്രനും ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കലേ ഉണ്ടാവുള്ളൂ. എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കറങ്ങിയ കറക്കം തന്നെ ഞാൻ 3, 4, 5 പ്രാവശ്യം ചിലപ്പം കറങ്ങിയിട്ടുണ്ടാവും. ആദ്യം ഡെസ്റ്റിനേഷൻ അറിയണം. എങ്ങോട്ടേക്കാണ് ഞാൻ പോകേണ്ടത്? രണ്ടാമത്തത് എങ്ങനെയാണ് റൂട്ട് മാപ്പ് നമുക്കറിയണം. എങ്ങനെയാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളത്. കാശ്മീരിലേക്ക് പോകണം, പക്ഷെ കാശ്മീരിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ വഴി എന്താണെന്നുള്ളത് ഞാൻ അറിയണം. കന്യാകുമാരിയിലേക്ക് വിട്ടാൽ കാശ്മീരിലേക്ക് എത്തോ? ഇല്ല. അത് കാശ്മീരിന്റെ റൂട്ട് മാപ്പ് അറിഞ്ഞ് അത് പോയ ആൾക്കാരുടെ ചരിത്രം പഠിച്ച് അവരെങ്ങനെ പോയി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ പോകണം. എന്നാൽ മാത്രമേ ഞാൻ കാശ്മീരിലേക്ക് എത്തുള്ളൂ. വാഹനം വേണം. എനിക്ക് വേണമെങ്കിൽ നടന്നിട്ട് പോകാം, എനിക്ക് എഴഞ്ഞിട്ട് വേണമെങ്കിൽ പോകാം. അവസരങ്ങളുണ്ട്. എഴഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് പോകാം. സൈക്കിളിൽ പോകാം, കാറിൽ പോകാം, തീവണ്ടിയിൽ പോകാം, പ്ലെയിനിൽ പോകാം, ഏതിൽ വേണമെങ്കിലും എനിക്ക് പോകാം. പക്ഷേ എഴഞ്ഞിട്ട് പോയാൽ എത്തുന്ന ദൂരവും ഫ്ലൈറ്റിൽ പോയാൽ എത്തുന്ന ദൂരവും രണ്ടും രണ്ടാണ്. അപ്പം ഇതിലേതിൽ പോകണം എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി അറിയാത്ത
കാറ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അറിയാത്ത ഒരാള് നടന്നിട്ട് മാത്രമേ പോവുള്ളൂ. പറയുമ്പോ അയാൾ പോകുന്നുണ്ട്, പക്ഷെ അയാൾക്ക് നല്ലൊരു വാഹനം ഇല്ല പോകാൻ വേണ്ടിയിട്ട്, കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ ഡ്രീം ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ട ഒരു ലൈഫിന് നിങ്ങൾക്ക് അതിലേക്ക് പോകാനുള്ള വാഹനം ഉണ്ടോ എന്നുള്ളത്. ആ വാഹനമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും മൈൻഡ് സെറ്റ്, ഇതൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ആ ഒരു ഡ്രീം പോയിന്റിലേക്ക് നമ്മളെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ 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 80% നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മൈൻഡാണ്. 20% മാത്രമാണ് സ്കിൽസിന് സ്ഥാനമുള്ളൂ. സ്കില്ല് വേണ്ടാന്നില്ലതല്ല, സ്കില്ല് മാത്രം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. സ്കില്ലുള്ള എത്രപാട് ആൾക്കാരുണ്ട്, എത്ര 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 ആൾക്കാരുണ്ട്. പക്ഷെ അവരെക്കാളും കൂടുതൽ സക്സസ് ആകുന്നത് മൈൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നമുക്ക് മൈൻഡ് സെറ്റിൽ നമുക്ക് മാസ്റ്റർ ആകാൻ വേണ്ടി പറ്റണം. നാലാമതൊക്കെ തീവണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ എത്തേണ്ട വാഹനം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ആ വാഹനത്തിന് ഇന്ധനം ഇല്ല. കാറ് പെട്രോൾ കാലിയാണെങ്കിൽ അത് എത്ര വലിയ BMW ആണെങ്കിലും, എത്ര വലിയ ബെൻസ് ആണെങ്കിലും, എത്ര റിച്ച് പേഴ്സന്റെ കാറാണെങ്കിലും വണ്ടിയാണെങ്കിലും കാര്യമില്ല. എന്തുണ്ടാവണം? ഇന്ധനം ഉണ്ടായിരിക്കണം. എന്റെ കയ്യിൽ iPhone 15 Pro Max ഉണ്ട്, പക്ഷെ ചാർജ് ഇല്ല. കാര്യമുണ്ടോ? ഫങ്ഷൻസ് എത്ര ഉണ്ടെങ്കിലും അത് ഫങ്ഷൻ ചെയ്യാനുള്ള എനർജി ഉണ്ടായിരിക്കണം. ഇന്ധനം, ആ ഒരു ഫ്യൂവല് നമ്മളിലേക്ക് ഉണ്ടായിരിക്കണം. ഉണ്ടോ? എന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് വരെ എത്താനുള്ള എനർജി ഉണ്ടോ എന്നുള്ളതാണ്. കുറച്ച് എനർജി ഇന്നേക്ക് ഉപയോഗിക്കാനുള്ള എനർജി ഉണ്ട്, പക്ഷെ നാളെ ഉറങ്ങിണീക്കുമ്പോഴത്തേക്ക് എനർജി പോയി. അതല്ല, നമ്മളിപ്പം ഞാൻ ഈ പുറപ്പെട്ടിട്ട് പകുതിക്കുന്ന ഇന്ധനം തീരുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. ഏത് പോയിന്റിലേക്കാണോ ഞാൻ എത്തേണ്ടത്, ആ എത്തുന്നത് വരെ പോകാനുള്ള എനർജി എന്റെ കയ്യിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് അതെന്റെ കയ്യിലുണ്ടോ, അതിലേക്ക് വേണ്ടിയിട്ട്, അതായത് ഈ എനർജി ഇടക്കിടക്ക് ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണോ നമ്മൾ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ലക്കിൽ വീകുന്ന ഒരു കാര്യമല്ല. അറിഞ്ഞോ അറിയാതെയോ വിജയിക്കേണ്ട മുഴുവൻ ആൾക്കാരും വിജയത്തിന്റെ വഴിയിലൂടെ നടന്നത് കൊണ്ട് മാത്രമാണ് വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അവർ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിലപ്പം അവരറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ അറിയാതെ നടന്നിട്ട് റീച്ചിങ് പോയിന്റിലേക്ക് എത്തുന്നു എന്നുള്ളത് പോലെ അറിഞ്ഞോ അറിയാതെയോ അവരെത്തിച്ചേർന്ന ഒരു പോയിന്റ് ഉണ്ടാകും. അവർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടാകും, ചില ഹാബിറ്റ്സ് ഉണ്ടാകും, ചില മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ നമ്മുടെ വിരാട് കോഹ്ലി, ആ ഒരു ലെജൻഡിനെ പറ്റിയിട്ട് ഇന്നലെ നമ്മൾ കണ്ടു, ഒന്ന് സ്ക്രീനിലും കാര്യങ്ങളൊക്കെ കണ്ടു. ആൾക്കൊരു മെന്റർ ഉണ്ട്. നമ്മൾ വിരാട് കോഹ്ലിനെ മാത്രമേ കാണുന്നുള്ളൂ. വിരാട് കോഹ്ലിന്റെ പിന്നിൽ ഒരു മെന്റർ, ഒരു കോച്ച് ഉണ്ട്. ആ കോച്ചാണ് ആ ടാലന്റിനെ, ആ യുണീക്നെസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ പ്രാക്ടീസ് കൊടുക്കുന്നത്. സ്കിൽ ഉണ്ടായതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. അനുഷ്ക, ആൾക്കും ഉണ്ട് അതുപോലെ വേറൊരു കോച്ച്. നിങ്ങൾ ഏത് സെലിബ്രിറ്റീനെ എടുത്ത് നോക്കിക്കോ, അവർക്കൊക്കെ ഒരു മെന്റർ, ഒരു കോച്ച് അവർക്ക് പറയാനുണ്ടാവും. സമന്ത, ദീപികാന്റെ ഹസ്ബൻഡ്, എല്ലാവരും എടുത്ത് നോക്കിക്കോ, അവർക്കൊക്കെ ഒരു പോയിന്റിൽ അവരുടെ ലൈഫിൽ അവർ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു മെന്ററുടെ, ഒരു കോച്ചിന്റെ കഥ പറയുന്നുണ്ടാവും. ഇന്ത്യന്റെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിന് ഒരു മെന്റർ ഉണ്ടായിരുന്നു. APJ അബ്ദുൽ കലാം ഒരു മെന്റർ ആയിരുന്നു പലർക്കും. ഇപ്പം മെന്റർ, ഗൈഡൻസ്, മെന്റർഷിപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് റൂമി പറഞ്ഞത് 200 വർഷം പോകാനുള്ള യാത്രേനെ നമുക്ക് 2 ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, നമ്മൾക്ക് മുന്നിൽ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ, ഒരു മെന്റർ ഉണ്ടെങ്കിൽ എന്നുള്ളത്. നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഉമ്മ, ഉപ്പ, അവരൊക്കെ നമ്മളുടെ മെന്റർ ആയിരുന്നു. അവരൊക്കെ ഒരു പോയിന്റ് വരെ നമ്മുടെ ഗൈഡായിരുന്നു. ചിലപ്പോൾ ഇപ്പോഴും നമുക്ക് ഗൈഡും മെന്ററൊക്കെ ആയിരിക്കും. നമുക്ക് ടീച്ചേഴ്സ്, ഇവരൊന്നും ഇല്ല, നമുക്ക് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുക? പക്ഷെ ഒരു പോയിന്റ് വരെ നമ്മുടെ ലൈഫിൽ അവർ ഉണ്ടായത് കൊണ്ട് നമ്മൾ പഠിച്ച്. ജീവിതത്തിലും ഇതുപോലൊരു മെന്റർ നമുക്ക് വേണം. അക്ഷരങ്ങൾ പഠിക്കാനും വായിക്കാനും എഴുതാനും മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ എന്തിനാ? നമ്മുടെ ലൈഫിൽ നമ്മളൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ. ആ പോയിന്റിലേക്ക് എത്താൻ ഇതുപോലെ ഗൈഡ് ചെയ്യുന്ന ഒരു മെന്റർ നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ അവിടുന്ന് വേണം നമുക്ക് എന്താണ് എൻ്റെ യുണീക്നെസ്, എന്താണ് എനിക്ക് മാത്രം ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഞാനൊരു 15 സെക്കൻഡ് തരാം, നിങ്ങളൊന്ന് ചിന്തിക്കാം, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കി. 15 സെക്കൻഡ് തരാം.
കിട്ടിയിട്ടില്ലല്ലോ, കിട്ടൂല. അതിനാണ് ഒരു മെന്റർ വേണം പറഞ്ഞത്. ഓക്കെ. അപ്പം ഇന്ന് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നു. ആളുടെ പ്രശ്നങ്ങളൊക്കെ ആള് പറഞ്ഞു. ആള് പറഞ്ഞു കുറെ കാലമായി ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് കളിക്കുന്നത്, ഇത് എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് എനിക്ക് ഊരി പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ ശ്രമിച്ചത്? ശരി, ഞാൻ എന്താ ശ്രമിച്ചത്? ആള് പറഞ്ഞു ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കാലമായി ഞാൻ ഈ പ്രശ്നത്തിൽ തന്നെ നിൽക്കുന്നത്, പക്ഷെ എനിക്ക് ഇതുവരെ ഇതിൽ നിന്ന് ഊരി പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, എന്താ ശ്രമിച്ചത്? ആ, അറിയൂല. നമ്മളറിയും ഞാൻ ടയേർഡാ പോയി, എത്ര കാലാണ് ഞാൻ ഈ കുഴിയിൽ വീണ് എടുക്കുന്നത്, എത്ര കാലം ഈ പ്രശ്നം എന്റെ ജീവിതത്തിന് അലട്ടുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ അതിന് വേണ്ടിട്ട്? അത് മാറാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ എങ്ങനെയാ പ്രശ്നം? ഈ തീ ഉണ്ടല്ലോ, തീ ഇങ്ങനെ സ്പ്രെഡായി പോവും. അത് അണക്കാന് ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു അഗ്നിശമന സേന അവിടെ എത്താതിരിക്കുന്നോളം കാലം അത് കെട്ട് കഴിയുന്നത് വരെ ആ തീ പടർന്നോണ്ടിരിക്കും. അപ്പൊ തീ ഇങ്ങനെ എത്ര കാലമായി ഞാനിങ്ങനെ കത്തിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. അതിന് കെടുത്താനുള്ള പ്രോപ്പർ വഴി എന്താണെന്നുള്ളത് അവിടെ സീക്ക് ചെയ്യാന്നുള്ളതാണ് ഒരു നല്ല തീന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്കുള്ളിലുള്ള പ്രശ്നത്തിനെ അണച്ചിട്ട് എങ്ങനെ നമ്മൾക്കുള്ളിലുള്ള സ്പാർക്കിനെ ആളി കത്തിക്കാം, അതിന് ഞാൻ എന്ത് ചെയ്യണം? വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് അതെന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഇതിനു വേണ്ടി നമ്മൾ കുറെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പിന്നെ ഈ പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു അഫ്സൽ മാജിദിന്റെ സ്റ്റോറിയും ഹുസ്ന നസറിന്റെ സ്റ്റോറിയൊക്കെ തന്നെ ആയിരിക്കും. നമുക്ക് ദൈവം ഒരു കാര്യം നമുക്കിങ്ങനെ ഇന്ന മോളെ ഇന്നാന്ന് പറഞ്ഞിട്ട്, ഈ പണ്ട് ഹോജാന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ദൈവമേ എനിക്ക് കുറേ പണം തരണേ, സ്വർണം തരണേ എന്ന് പറയുമ്പോൾ ഓട് ഒളിച്ചിട്ട് അങ്ങനെ സ്വർണ്ണം ഇട്ട് തരാം, അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഇല്ല. ദൈവം ഏത് കാര്യവും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നത് പല 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 ആൾക്കാരിലൂടെ ആയിരിക്കും. നമ്മൾ കാണുന്ന സ്റ്റാറ്റസിലും നമ്മൾ കാണുന്ന സ്റ്റോറിയിലും നമ്മൾ കാണുന്ന മനുഷ്യരിലും വാർത്തകളിലും ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെയാണ് നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത്. പക്ഷെ ആ പ്രശ്നത്തിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയാണ് എനിക്കൊരു ബേസിക് ആയിട്ട് പറയാനുള്ളത്. പല ഫ്രീ സെഷനിലും ഈ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ട് ഈ കാര്യം തന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാര്യത്തിൽ ആദ്യം പണിയെടുക്കുക, എന്നാലേ നമുക്ക് അടുത്തത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന് പഠിക്കാത്ത ആർക്കും നമുക്ക് അതിനർത്ഥം നിങ്ങൾ ആരും പഠിക്കാത്ത ആൾക്കാരാണെന്നോ, നിങ്ങൾക്ക് ടൈക്ക് അവേ കിട്ടാത്ത ആൾക്കാരാണെന്നോ ഒന്നല്ല. ഇവിടെ നമ്മുടെ പെയ്ഡ് സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. സ്റ്റോറീസ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരോ മെന്ററിങ് എടുത്തിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അവരാരും അതെടുക്കാത്ത ആൾക്കാർ മോശമാണെന്ന് ഒന്നുമല്ല പറയുന്നത്. വീണ്ടും 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 നിങ്ങൾ ഈ ഒരു വാതിലിന്റെ ഇവിടെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന അതൊന്ന് തുറക്ക്. ഇത് നിങ്ങൾ എന്റെ സെഷൻ ജോയിൻ ചെയ്യണം, ഹഫ്സന്റെ സെഷൻ ജോയിൻ ചെയ്യണം ഒന്നല്ല പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കും കുറെ കാലം ഇങ്ങനെ ഫ്രീ സെഷനിൽ വേണമെങ്കിൽ നമുക്ക് നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോ പറയാ സാരമില്ല കേട്ടോ, എല്ലാം ശരിയാവും. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളെ ഡിസ്കംഫർട്ട് ആക്കാന്നുള്ളതാണ് നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കോച്ച് എന്നുള്ള തരത്തിൽ തരാൻ പറ്റുന്നത്. മോളെ ആടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നതിന് തുല്യാണ്. അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നാലും ഓളെന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ തോറ്റു പോകൂല ഈ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഉറക്ക് കിട്ടാത്തൊരു കോലത്തിലേക്ക് ആവണം. ആ കോലത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സമാധാനം കിട്ടുന്നില്ലല്ലോ, എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. വിശക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം എന്നുള്ളത് നമ്മളുടെ ബോഡിയിൽ നെസസറി ആയതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് വിശപ്പിക്കുന്നത്, അല്ലെ? ഉറങ്ങുക എന്നുള്ളത് നമ്മളുടെ ബോഡിക്കും നമ്മളുടെ എനർജിക്കും നീഡഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നും പകലിട്ടാന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങൂല, നമ്മൾ അവിടെ തന്നെ ഫോണിൽ കുത്തി കളിച്ചിട്ടിരിക്കും. ഉറക്ക് തരിക, അതായത് ആ ഉറക്കിപ്പിക്കുക അല്ലെങ്കിൽ ഉറക്ക് വരിക, ക്ഷീണം അനുഭവിക്കുക എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആണ്. എന്തിന്? നമുക്ക് ഉറങ്ങണം, പുതിയൊരു പുലരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങിയേ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഡിസ്കംഫർട്ടും പുതിയ കംഫർട്ടിലേക്ക് നമ്മൾ എടുക്കാനുള്ള ആക്ഷന്റെ അടിയിലുള്ള ഒരു കാര്യമാണ്. ആ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെയും ആ ഡിസ്കംഫർട്ടിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് തിങ്ക് ചെയ്യുക, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്ങിലൂടെ പോയിട്ടുള്ള ഒരു പാസ്റ്റ് എനിക്കുണ്ട്.
അപ്പം അതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇന്ന് ആലോചിക്കുമ്പോൾ. കാരണം അത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നിർത്താതെ പണിയെടുക്കുന്നത്. അത് നിർത്തിയാല് ഈ പണം നിൽക്കും, ആവശ്യങ്ങൾ, നമ്മളെ അത്യാവശ്യങ്ങൾ ഒക്കെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് വരുന്ന ചലഞ്ചസ് ഒക്കെ നമ്മളെ മൂവ് ചെയ്യാനുള്ള ഫ്യൂവല് മാത്രമാണ്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് അത് തന്നെ അല്ലേ ഹഫ്സലെ, വേറെ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യാനോ? ഇല്ല ഇല്ല ഇല്ല, വേറെ ആർക്കും എന്ത് സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ചോദ്യങ്ങളൊന്നും ഇല്ലേ? ആരേലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇടയിലുണ്ടല്ലോന്നോ? അതായത് നമ്മൾക്കുള്ളിലുള്ള ഈ ഒരു കോട്ട് ഉണ്ട്, ഒരു യൂണിവേഴ്സൽ ലോ ആണത്. ആസ് എബോ സോ ബിലോ, ആസ് വിത്തിൻ സോ വിത്തൗട്ട്. നമ്മളുടെ ഉള്ളിലുള്ള ഓരോ കാര്യത്തിന്റെയും റിഫ്ലക്ഷൻ ആണ് പുറത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മുഴുവൻ ആൾക്കാരും നിങ്ങളോട് പറയുന്നത് നിന്നെ കൊണ്ട് പറ്റൂല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് അവര് എന്നോട് അത് പറയുന്നത്? അവർ ചിലപ്പോൾ എല്ലാവരോടും അത് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട് ഞാൻ അവരിൽ നിന്നും ഈ വേർഡ് കേൾക്കണം? അതിനൊരു റീസൺ എൻ്റെ ഉള്ളിലുണ്ട്. ഒരു കുളത്തും ഇങ്ങനെ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും എന്നെ ഹൂക്ക് ചെയ്യൂല. ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് ഹൂക്ക് ചെയ്യുന്നത്. വേറൊരാള് എന്നോട് നിനക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയണമെങ്കിൽ അത് എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അതെന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നീ പോരാ എന്ന് വേറൊരാൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉള്ളൊരു ബിലീഫാണ് ഞാൻ പോരാ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ളൊരു വാക്ക് നിങ്ങളെ ഹൂക്ക് ചെയ്തത്. എന്നോട് എത്ര ആൾക്കാർ പറയുന്നുണ്ട് നീ പോരാന്നുള്ളത്. അതെന്നെ ബാധിക്കാത്തത് എന്തുകൊണ്ടാ? എനിക്കറിയാം ഐ എം ഇനഫ് എന്നുള്ളത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ എന്നോട് ഒരാൾക്ക് അത് പറയാൻ പറ്റൂല. കാരണം നമ്മൾ അനുഭവിക്കുന്ന വേർഡ്സും ഓരോ കാര്യങ്ങളും എനർജിയാണ്. ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഫിസിക്കൽ വേൾഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, മെറ്റാഫിസിക്കൽ വേൾഡിൽ അതിനൊരു റീസൺ ഉണ്ട്. അപ്പൊ ഞാൻ അനുഭവിക്കുന്നത് ഫുള്ളി നെഗറ്റീവ് കമന്റ്സ്, നിന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളതാണെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു തോട്ട് ഉണ്ട്, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള കോഡ്സ്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്നത് പുറത്തുനിന്ന് ഞാൻ കേൾക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് എന്താ പറയാ ഭയങ്കര സപ്പോർട്ട് കിട്ടിയിട്ടോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ സ്റ്റോപ്പ് ചെയ്യൂല എന്നുള്ളൊരു ദൃഢനിഷ്ഠ ഇട്ടിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജീനെ ഒരു എനർജിക്കും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇത് നമ്മൾ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദൈവം തന്നെയാണ് നമ്മളുടെയും അവരുടെയും എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ പ്രാർത്ഥന എനിക്ക് ജയിക്കണം എന്നുള്ളതാണെങ്കിൽ ആ പ്രാർത്ഥന ഒരു ദൈവത്തിലാണ് പോയിട്ട് കൊള്ളുന്നതെങ്കിൽ ആ ദൈവം എന്നെ ജയിപ്പിക്കാൻ വേണ്ടി അപ്പുറത്താളുടെ മനസ്സിനെ മാറ്റും. അപ്പം അക്കാര്യത്തിലൊന്നും നമ്മൾ പേടിക്കണ്ട. ഇവൻ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പോലും തോട്ടാണ്. അപ്പം ഏറ്റവും പീക്കസ്റ്റ് പോയിന്റിലേക്ക് എൻ്റെ തോട്ടിനെ എനിക്ക് എലവേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യൂല എന്നുള്ള മൈൻഡ് സെറ്റും എനർജിയും എന്നിലുണ്ടെങ്കിൽ നമ്മളെ ദൈവം നമ്മളെ സഹായിക്കും. അതെങ്ങനെയാ സഹായിക്കുക? അവര് ചിലപ്പോൾ യെസ് പറഞ്ഞിട്ടായിരിക്കാം. ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു എനർജി സയൻസ് തന്നെയുണ്ട്. അത് മൊത്തം എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. പക്ഷെ ആരെങ്കിലും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ എന്താ, കേൾക്കരുത്. എന്തിനാ കേൾക്കാൻ നിൽക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ ഫെയ്ത്ത് ആയിട്ടും നിങ്ങളുടെ ഡ്രീമായിട്ടും മുന്നോട്ടേക്ക് പോവുക. ആരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇവൻ എനിക്കാണെങ്കിലും ചില സമയത്ത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലൊക്കെ നമുക്ക് വരും, 2 കുട്ടികളെ നോക്കേണ്ട സമയത്ത് ഓള് പണിയെടുക്കുന്നു. അതേപോലെ ഇൻസ്റ്റയിലാണെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും.
അപ്പം ആദ്യമൊക്കെ ചില സമയത്ത് ഇതെന്ത് ഇവരിങ്ങനെ പറയുന്നത്, ചിലപ്പോൾ നമ്മളിങ്ങനെ ആ കമന്റിൽ ഇങ്ങനെ നോക്കും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, മമ്മൂട്ടിന്റെ കമന്റ് ബോക്സിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ മമ്മൂട്ടി മൈൻഡ് ചെയ്യോ? ഇല്ല. കാരണം മമ്മൂട്ടിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാനാണ്. മമ്മൂട്ടി ആ ഹൈ ലെവലാണ് നിൽക്കുന്നത്. ഈ സെലിബ്രിറ്റീസ് ആരും, അതായത് ഒരു ലെജൻഡറി ലെവലിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ് ആരും അവരുടെ നെഗറ്റീവ് കമന്റിൽ അവെയർ അല്ല. അപ്പൊ ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നത് ആ പൊസിഷനിലാണെങ്കിൽ ഞാൻ അതിൽ അവെയർ ആകരുത്. സോ ഞാൻ പിന്നെ അതിലേക്ക് അവെയർ ആകാതിരിക്കാൻ തുടങ്ങി. അപ്പം എല്ലാം ചുറ്റുമുണ്ട്. അപ്പൊ നമുക്ക് അവൻ തന്നെ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ, അപ്പൊ അവനെ പോയിട്ട് കൺവിൻസ് ചെയ്തിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിന്? അങ്ങനെ ആരും നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയും നമ്മൾ പ്രതീക്ഷിക്കും വേണ്ട, ചിന്തിക്കും വേണ്ട. നമ്മളുടെ ഇന്റൻഷൻ എന്താണോ, മൂവ് ഫോർവേഡ്. അവിടെ നമ്മൾ റെഡിയാക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ഫാമിലി, നമ്മുടെ പാരന്റൽ ഫിഗേഴ്സ്, അവരോട് കാര്യങ്ങൾ പറയാം. അതിന്റെ അപ്പുറത്തേക്ക് ഈ നാട്ടാരെയും വീട്ടാരെയും കുടുംബക്കാരെയും അതിന് നിൽക്കണ്ട. ഓക്കെ, അതൊന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിലേക്കുള്ള മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഹാക്ക് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. പിന്നെ വേറെന്തെങ്കിലും? എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നതും ചെയ്യുന്നതും. ഈ നെഗറ്റീവ് തോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ളത്. നമ്മൾ എപ്പോഴും ശ്രമിക്കും നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കാനും. ഇന്ന് മുതൽ ഞാൻ ഫുള്ള് പോസിറ്റീവാണ് എന്ന് നമ്മൾ തീരുമാനിക്കും. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കരയാൻ തുടങ്ങും, 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും, അതിന്റെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. ഇതിങ്ങനെ നമ്മളുടെ പോലും കൺട്രോളിലല്ലാതെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നല്ല കാമായിട്ടിരിക്കും, ആള് വരുമ്പോഴത്തേക്ക് അങ്ങ് പൊട്ടിത്തെറിച്ച്. അപ്പം നമ്മളൊന്ന് തീരുമാനിക്കുന്നേ, പക്ഷെ അതേ നമ്മൾ തന്നെ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ട്രൂ സെൽഫും ഒന്ന് ഷാഡോ സെൽഫും. റിയൽ ആയിട്ടുള്ള ഒരു നമ്മളുണ്ട്, നമ്മളിലേക്ക് കുറെ ഇൻഫ്ലുവൻസിങ് തോട്ട്സ് വന്ന് 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 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നമ്മളുണ്ട്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഷാഡോ സെൽഫിന്റെ ഒരു വേൾഡിലാണ്. ഇതല്ലാത്ത ഒരു ട്രൂ സെൽഫ് നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ നെഗറ്റീവ് തോട്ട്സ്, ഈ നെഗറ്റീവ് തോട്ട് വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഏത് വെള്ളം നമ്മളുടെ ടാങ്കിൽ നിന്ന്, പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് അതൊരു ടാങ്കിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ പൈപ്പിലെ വെള്ളം കച്ചറയാണെങ്കിൽ അതിനർത്ഥം എന്താ, ടാങ്കിയിൽ കച്ചറയാണുള്ളത്. അപ്പൊ നമുക്ക് പൈപ്പിൽ ശുദ്ധവെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ടാങ്കി ക്ലീൻ ചെയ്യും, അല്ലെ? അതേപോലെ നമ്മുടെ മനസ്സ് കച്ചറായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സ് നെഗറ്റീവായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ എവിടെ വർക്ക് ചെയ്യണം, ചിന്തകളിലല്ല വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെ വർക്ക് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹഫ്സലിന്റെ അല്ലെങ്കിൽ എന്റെ സെഷനിൽ അറ്റൻഡ് ചെയ്യാം. ഇറ്റ്സ് എ പ്രോസസ്. നമുക്കതിൽ പണിയെടുക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം, മെനക്കെടണം. അപ്പൊ മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ലതാണ്. ഓക്കെ. ഒന്ന് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വേണം. ആരെയും വെറുപ്പിച്ചിട്ട് ഒന്നും ചെയ്യണം എന്നുള്ളതല്ല. നമുക്ക് ഞാൻ പറഞ്ഞു, ഒരു അതിന്റെ ഒരു ആൻസർ അറിയാം. നമ്മുടെ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സിനെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യാം, ഈ നോ എങ്ങനെ യെസ് ആക്കാം എന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ ഫ്രീ സെഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടവരോട് സോറി, നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ട് കുറച്ച് കൂടുതൽ ആഴത്തിൽ അതിനെ പറ്റിയിട്ട് പഠിച്ചോ. ഞാൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഒരു എനർജി, ഈ ശരീരത്തിന്റെ അപ്പുറം എനിക്കൊരു എനർജി ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓറയുണ്ട്. അപ്പം എൻ്റെ ഉള്ളിലുള്ള എനർജിക്ക് മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണം, റിമി ടോമിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചളി പറയാനും ചിരിക്കാനും തമാശ പറയാനൊക്കെ തുടങ്ങും. എന്തുകൊണ്ടാ? റിമി ടോമിന്റെ എനർജി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ധന്യവർമ്മന്റെ ഇന്റർവ്യൂവിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി കാമാകും. എന്തുകൊണ്ടാ? ധന്യവർമ്മന്റെ എനർജി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ചില ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ താനേ വളവളവള ചളി അടിച്ച് നമ്മൾ വിചാരിക്കും ഇത്രയും ചളി വരാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ. നമ്മൾ പറയുന്ന ഓരോ തമാശക്കും ചിലപ്പോൾ അവർ ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മളിൽ നിന്നും അത് ആക്റ്റീവ് ആകുന്നത്. ചളി പറയാനുള്ള നമ്മളുടെ കപ്പാസിറ്റി അവിടെ മാത്രം ആക്റ്റീവ് ആകുന്നത്. സെയിം കാര്യം നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് അത് വരൂല.
നമുക്ക് ആ ഒരു പെർഫോമൻസ് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ട്? അവരുടെ എനർജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ചില ആൾക്കാരത്തേക്ക് പോകുമ്പോൾ നമുക്ക് പരദൂഷണം പറയാനുള്ള ടെൻഡൻസി കൂടും. ചില ആൾക്കാരത്തേക്ക് പോകുമ്പോൾ സ്പിരിച്വൽ അവേക്കണിങ് കൂടും. ചില ആൾക്കാരത്തേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ആണ്. ചില ആൾക്കാരത്തേക്ക് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കാംനെസ് കിട്ടും. ഈവൻ നമ്മൾ അവരോട് സംസാരിക്കാതെ തന്നെ നമ്മുടെ എനർജി ഇങ്ങനെ ഷിഫ്റ്റ് ആകാൻ വേണ്ടി തുടങ്ങും. നമുക്കറിയാം നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് എനർജി ഉണ്ട്. സങ്കടമുള്ള സമയത്ത് ഒരു സ്റ്റേറ്റ് ഓഫ് എനർജിയിലാണ് നമ്മളുള്ളത് അല്ലെ. ആ എനർജിയാണ് നമ്മുടെ പുറത്തുള്ള ഈ സങ്കടമായിട്ട് പ്രതിഫലിക്കുന്നത്. ഉള്ളിലുള്ള എന്തോ ഒരു കാര്യമാണല്ലോ പുറത്ത് നമ്മളിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതൊക്കെ പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളിൽ നിന്ന് പലതും ആക്റ്റീവ് ആകുന്നത്. എനിക്ക് എന്റെ പാർട്ട്ണർ, എന്റെ ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്നുള്ള ലവ് ആക്റ്റീവ് ആകുന്നത്. നേരെ മറിച്ച് വേറൊരാൾക്ക് എന്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ അത് ആക്റ്റീവ് ആയിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഞാനും ആള് തമ്മിലുള്ള ആ ഒരു എനർജി കമ്മ്യൂണിക്കേഷൻ ആണ് അതല്ലേ. ഇനി വേറൊരാളെ കാണുമ്പം എനിക്ക് വെറുപ്പായിരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് ആക്റ്റീവ് ആകുന്നത്. എൻ്റെ ഉള്ളിലുള്ള ഒരേ സ്നേഹം ആക്റ്റീവ് ആകുന്നത്, അതേ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെറുപ്പിന്റെ എനർജി ആക്റ്റീവ് ആകുന്നു എന്ന് പറയുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഈ എൻ്റെ എന്ന് പറയുമ്പം എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ടാവും. സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സും വിമർശിക്കാനുള്ള മനസ്സും ആർഗ്യൂ ചെയ്യാനുള്ളതും എല്ലാം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇത് എന്നിലേക്ക് വരണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. റിമി ടോമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ എനർജി അവിടെ ഷിഫ്റ്റ് ആകുന്നുണ്ടെങ്കിൽ എന്നിലേക്ക് വരുമ്പോൾ അവരിൽ നിന്നും എന്തോ ഒന്ന് ഷിഫ്റ്റ് ആകുന്നുണ്ട്. കുട്ടികളെ കാണുമ്പോൾ എത്ര സങ്കടമുള്ള ഒരാളുടെയും മനസ്സൊന്ന് പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടി ക്യാരി ചെയ്യുന്ന ഒരു എനർജിയാണ്, ഒരു കരിസ്മയാണ്. അതുപോലുള്ള ഒരു ഹൈ എനർജി എനിക്ക് എന്നിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നിലേക്ക് വരുന്ന ആൾക്കാരിലും ആ എനർജിക്ക് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടി തുടങ്ങും. ലൈക്ക് അട്രാക്ട് ലൈക്ക്. ക്വാണ്ടം ഫിസിക്സിലുള്ള ഒരു റൂളാണ് ലൈക്ക് അട്രാക്ട് ലൈക്ക്. എൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നത് അത്രയും ബേണിംഗ് ഡിസയർ ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ, അത്രയും കോൺഫിഡൻറ്റ് എനിക്കുണ്ടെങ്കിൽ, അത്രയും എനിക്ക് ഇതിനെ കൊണ്ട് പറ്റുന്നില്ല, ഹൈ പൊട്ടൻഷ്യൽ എനിക്ക് ആ ഒരു കാര്യത്തിന് ഉണ്ടെങ്കിൽ, അതിൽ എൻ്റെ ഫെയ്ത്ത് അവിടെ ഓക്കെ ആണെങ്കിൽ അതിൽ ഞാൻ ക്യാരി ചെയ്യുന്നത് ഈ ലെവൽ എനർജി ആയിരിക്കും. പെന്നിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം, മാജിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ നീ ചെയ്തോ എന്നുള്ളത്. എന്തുകൊണ്ടാ? നമ്മളിലേക്ക് വരുമ്പം അവരുടെ എനർജി ഷിഫ്റ്റ് ആയി. ആ എനർജിയിൽ നിന്നാണ് അവരിൽ നിന്നുള്ള ഉത്തരങ്ങൾ വരുന്നത്. ഞാൻ ലോ എനർജിയിൽ നിൽക്കുമ്പം എൻ്റെ മോൻ എന്നോട് ചോദിക്കുന്നു, ഉമ്മ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. നീയാമറ്റ പോയിനെങ്കിൽ പെരക്കും നമ്മൾ പറയാം അല്ലെ. എന്തുകൊണ്ടാ? ഞാനുള്ളത് ലോ എനർജി സ്റ്റേറ്റിലാണ്. ഞാൻ നല്ല ഹാപ്പി മൂഡിലാണെങ്കിൽ ഉമ്മ എനിക്കൊരു 10 റുപ്യ ഇന്ന മോനെ നീ 100 റുപ്യ എടുത്തോന്ന് അറിയും. എൻ്റെ വാക്ക് അവിടെ മാറുന്നുണ്ട്. സെയിം പേഴ്സൺ ആയിരിക്കാം, സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ ഞാനുള്ള എനർജി സ്റ്റേറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത്? എന്നിൽ നിന്നുള്ള ആൻസർ ഡിഫറെന്റ് ആകുന്നത്. അപ്പം എന്നിലേക്ക് ഞാൻ ആ ഒരു എനർജി സ്റ്റേറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൻസർ ആ എനർജിക്ക് മാച്ച് ചെയ്യുന്ന ആൻസേഴ്സ് മാത്രമായിരിക്കും. ദൈവമുള്ളിടത്ത് ഒരിക്കലും പിശാചിന് എൻട്രി ഇല്ല എന്ന് പറയുമ്പോൾ, ദൈവം ഒരു പോസിറ്റീവ് എനർജിയും പിശാചിനെ നമുക്കൊരു നെഗറ്റീവ് എനർജിയും കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എവിടെയോ ആ ഡൗട്ട്, ഫെയ്ത്ത് ദൈവവും ഡൗട്ട് പിശാചുമാണല്ലോ. ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നുള്ള പൈശാചികമായിട്ടുള്ള ആൻസേഴ്സ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ നമ്മളെ ഹൂക്ക് ചെയ്യുന്നത്. നമ്മളുള്ളത് ഹൈ ഫെയ്ത്തിലാണ്, ഹൈ പൊട്ടൻഷ്യലിലാണെങ്കിൽ നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വരുന്നത് അതിന് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിലും നമ്മുടെ എനർജിയിലുമാണ്. അഫ്സൽ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. ഞാന് ഇപ്പം പറഞ്ഞ ഓരോ കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ആണ് ഇപ്പം നമ്മൾ കേൾക്കാൻ പറ്റിയപ്പോൾ. എനിക്ക് ചെറിയൊരു കഥ പറയാൻ ആഗ്രഹമുണ്ട്. മീൻസ് ഇപ്പം ഇപ്പം എല്ലാവരും വ്യത്യസ്തരാണ്, അതേപോലെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്നൊക്കെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഓരോ മനുഷ്യന്മാരും ജനിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഈ ഭൂമിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറാനുള്ള ഒരുപാട് കഴിവുകളും പേഴ്സണാലിറ്റിയും നമ്മുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ ക്രിയേറ്റർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരാളോട് പോലും പാർഷ്യാലിറ്റി കാണിക്കാതെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം ഒരിക്കല് ഒരു ക്ലാസ് മുറിയിൽ 4 സ്റ്റുഡൻസ് ഇരിക്കുകയാണ്. 4 സ്റ്റുഡൻസ്. ഒരാളുടെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ,
രണ്ടാമത്തെ ആളുടെ പേര് APJ അബ്ദുൽ കലാം, മൂന്നാമത്തെ ആളുടെ പേര് ശ്രേയ ഘോഷൽ, അതുപോലെ നാലാമത്തെ ആളുടെ പേര് ഫേമസ് പെയിന്റർ ആയിട്ടുള്ള MM ഹുസൈൻ. ഈ 4 ആൾക്കാർ ഇരിക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ ഒരിക്കല് ഒരു മാത്സ് ടീച്ചറാണ് വന്നത് ക്ലാസ് മുറിയിൽ. അപ്പം ഒരു ട്രിഗണോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 4 ആളോടും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ പറയും ആർക്കായിരിക്കും പെട്ടെന്ന് ആൻസർ? ദാറ്റ് മീൻസ് ഇപ്പം ഔട്ട് ഓഫ് 10 ആണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുക? ഇപ്പൊ ഒരു മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമിനാണോ, സച്ചിൻ ടെണ്ടുൽക്കറിനാണോ, ശ്രേയ ഘോഷലിനാണോ, അല്ലെങ്കിൽ പെയിന്റർ ആയിട്ടുള്ള MM ഹുസൈനാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ആർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുക? അതാണ് പ്രസീദ് ഭായി പറയുന്നത്. കലാം ഓക്കെ, അധികം ആൾക്കാരും പറയുന്ന APJ അബ്ദുൽ കലാമാണ്. അപ്പം ആ മാത്സിൽ മാർക്ക് കൂടുതൽ APJ അബ്ദുൽ കലാമിന് കിട്ടി എന്ന് കരുതിയിട്ട് മറ്റുള്ള ആളുകള് അവർക്ക് കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് കുറവുള്ള ആൾക്കാർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ശ്രേയ ഘോഷൽ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സിംഗർ ആണ്. അതേപോലെ MM ഹുസൈൻ എന്ന് പറഞ്ഞാൽ റിനോൺഡ് ആയിട്ടുള്ള ഒരു പെയിന്റർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് പിന്നെ ആർക്ക് പറയേണ്ട ആവശ്യമില്ല, ആൾക്ക് മാത്സും കാര്യങ്ങളും എല്ലാം. ദാറ്റ് മീൻസ് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ദാറ്റ് മീൻസ് ആ ബോഡി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ സ്പോർട്സ് ആണ് ആൾക്ക് ഏറ്റവും ക്രിക്കറ്റ് കളിക്കാനുള്ള സ്കില്ലാണ്. ദാറ്റ് മീൻസ് അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള 4 ആളുകളൊക്കെ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ അറിയുന്നു. പക്ഷേ ഇതേപോലെ എല്ലാവരുടെ ഉള്ളിലും നർച്ചർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറാനുള്ള കഴിവുകൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ദാറ്റ് മീൻസ് ഒരാൾക്ക് പോലും അത് മിസ്സിംഗ് ആണ്. വേറെ ഒറ്റൊരു കാര്യം ആലോചിച്ചാൽ മതി. ദാറ്റ് മീൻസ് ഇപ്പോ ഒരു കണ്ണില്ലാത്ത ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കണ്ണില്ലാത്ത ആളുകളെ ശ്രദ്ധിച്ചാൽ നമ്മൾ മനസ്സിലാവും അവർക്ക് അവരുടെ ഹിയറിംഗ് എബിലിറ്റി, ദാറ്റ് മീൻസ് കേൾക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് അവർക്ക് മറ്റുള്ളവർ കേൾക്കുന്നതിനെക്കാളും പെട്ടെന്ന് ഒരാൾ എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് പോലും ഒരു സൗണ്ട് കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ചില ആളുകൾ ഇപ്പം കൈയില്ലാത്ത, ദാറ്റ് മീൻസ് ഹാൻഡ്സ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കാലുകൊണ്ട് വരയ്ക്കാനും കാലുകൊണ്ട് പല പല കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ ചെയ്യാനൊക്കെ കഴിവുകൾ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റലിജൻസിൽ കുറവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിൽ ഏറ്റവും ഹൈ ആയിട്ട് ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് അധികം ആൾക്കാരും സ്വയത്തെ പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പം സുനിത പറഞ്ഞ പോലെ സ്വയത്തെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലേക്കും മൈൻഡിലേക്കും ഇറങ്ങി ചെല്ലാനും ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയെടുക്കാനും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോരുത്തർക്കും ലൈഫിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നവരെയും അതേപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യുന്നവരും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ചില ആളുകൾ ജസ്റ്റ് ഇപ്പം ജനിച്ചതിന് ശേഷം അവർ ഒരു പഠിക്കാൻ പോകും, ചിലപ്പോൾ ഇഷ്ടമുള്ളതായിരിക്കും, ഇഷ്ടമില്ലാത്തതായിരിക്കും പഠിക്കാൻ പോകും, അല്ലെങ്കിൽ പിന്നെ ഒരു ജോലിയിൽ കയറും, പിന്നെ ഒരു നോർമലി ഒരു കല്യാണം കഴിക്കും, അല്ലെങ്കിൽ കുട്ടികളാവും, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കും, അങ്ങ് മരിച്ചു പോവുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഒരു നോർമൽ ലൈഫ് അവർ ചെയ്യുന്നത് മോശം പ്രവർത്തനം എന്നല്ല കേട്ടോ, പക്ഷെ അങ്ങനെ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളെ ഉള്ളിലും ഒരു യുണീക്ക് സെറ്റ് ഓഫ് എബിലിറ്റീസ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഏറ്റവും ഹയസ്റ്റ് റേഞ്ചിൽ എത്തിപ്പെടാനും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനുള്ള ഒരുപാട് കഴിവുകൾ ഉള്ളിലുണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയം കൊടുക്കാതെ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്ന ആളുകളെ പോലെ അല്ലാതെ സംതിങ് സ്പെഷ്യൽ വാട്ട്സ് ഇൻസൈഡ് അസ്, ആ സ്പെഷ്യാലിറ്റി നമ്മുടെ ഉള്ളിലുള്ള സ്പെഷ്യാലിറ്റി മനസ്സിലാക്കി അത് യൂസ് ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നർച്ചർ ചെയ്തെടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ ഡയമെൻഷൻസ് ഓഫ് ലൈഫ് പറയാം. ഇപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി ആയാലും റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും സ്പിരിച്വാലിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും ബാലൻസ് ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്ത് തന്നെ നമ്മുടെ യുണീക്നെസ് ഫെസ്റ്റിന് ഓരോരുത്തരുടെയും ആ ഇൻബോൺ ടാലന്റുകൾ കണ്ടെത്താനും അത് യൂസ് ചെയ്ത് എങ്ങനെ കരിയറും അല്ലെങ്കിൽ ലൈഫിലെ മറ്റ് ആസ്പെക്ട്സും ഡെവലപ്പ് ചെയ്തെടുക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും അതേപോലെ അതിന്റെ പ്രാക്ടിക്കൽ ടൂൾസ് അടക്കം 1 month പ്രോഗ്രാം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവന്റ് 1 day ഇവന്റും പിന്നെ 1 month നീണ്ടു നിൽക്കുന്ന മീൻസ്
പ്രാക്ടിക്കൽ ടൂൾസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ഡെവലപ്മെന്റും അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ക്ലാരിറ്റി വരുത്തലും അതേപോലെ കരിയർ ഡെവലപ്മെന്റിൽ ആവശ്യം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും സെഷൻസും ടൂൾസും ആയിട്ട് പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു യുണീക്നെസ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു യുണീക്നെസ് ഫസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ജൂലൈ 7th നെക്സ്റ്റ് സൺഡേ ആണ്. അപ്പം കോഴിക്കോട് വെച്ചിട്ടാണ്, സീഷൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ താഴെ നമ്പറും ഡീറ്റെയിലും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോ സംസാരിച്ച കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ അധികം ഡൗട്ട്സും കാര്യങ്ങളൊന്നും താഴെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫെസ്റ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യണം. അതേപോലെ ഇതിന്റെ ഫീ വരുന്നത് 1399 ആണ് ഇതിന്റെ 1 ഡേ പ്രോഗ്രാം. അതേപോലെ 23 ഡേയ്സ് പ്രാക്ടിക്കൽ ടൂൾസും അടക്കമുള്ള ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അതേപോലെ നമ്മളിപ്പം കാണുന്ന പോലെ നമ്മുടെ മുന്നിലുള്ള നസീൻ, അതേപോലെ മുൻസാർട്ട്, ഫാത്തിമ മുഹമ്മദ്, തസ്മി ബാനു, അതുപോലെ ഫൈറൂസ് റാലി, ഓരോ ഫീൽഡിൽ തെരഞ്ഞുകൊണ്ട് വെക്കുന്ന ആളുകളാണ്. ഓരോ ഫീൽഡിലെ എക്സ്പേർട്സ് ആണ്. അവരെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്ത് അതില് നർച്ചർ ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്കും കൂടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ചെയ്തുകൊണ്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഓരോരുത്തർ. അപ്പം ഇങ്ങനെ ഈ സെഷനിൽ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും സ്വയത്തെ പറ്റി മനസ്സിലാക്കാനും അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈഫിൽ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ മറ്റുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ, അതേപോലെ നമ്മളെ സൊസൈറ്റിക്കും കൂടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റും സർവീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. വേറെന്തെങ്കിലും? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.